ഈ തെരഞ്ഞെടുപ്പോടെ പാലായിൽ പുതിയ രാഷ്ട്രീയ അധ്യായത്തിന് തുടക്കമാകും എന്ന ആത്മവിശ്വാസമാണ് പ്രചാരണ വേളകളിൽ എൻഡിയുടെ പാലായിലെ സ്ഥാനാർത്ഥി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പലതവണ നമ്മളോട് ആത്മവിശ്വാസം പങ്കുവച്ചത്. 100% കോൺഫിഡൻറ്റിലാണ് അദ്ദേഹം. ആള് കൂളാണ്. ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഇത്രയും കൂളായി കോൺഫിഡൻ്റായി അങ്ങേ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഒറ്റ ചോദ്യമേ വരുന്നുള്ളൂ, നാളെ ആഘോഷം എപ്പോൾ തുടങ്ങും? നാളെ ആഘോഷം 10 മണിയോടുകൂടി എനിക്കൊരു വ്യക്തമായ പിക്ചറാവുന്ന എൻ്റെ വിശ്വാസം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാലായുടെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു പുതിയ ഇടാവുന്നല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാലായുടെ ബലം ഒരു പുതിയ അധ്യായം ആരംഭിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് പാലായിൽ ഇത്രയും വലിയൊരു പോരാട്ടം പാർട്ടി കാഴ്ചവെച്ചത്. അതിൽ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും എന്നോടൊപ്പം നിന്നു. അതിലുപരി പാർട്ടി ഒന്നടങ്കം എനിക്ക് നൽകിയ പിന്തുണ, അതുപോലെ സംഘം എനിക്ക് നൽകിയ പിന്തുണ, പൊതുസമൂഹത്തിൽ നിന്നും യുവാക്കൾക്കിടയിൽ നിന്നും സ്ത്രീകൾക്കിടയിൽ നിന്നും എനിക്ക് കിട്ടിയ പിന്തുണ, അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. നല്ല ഒരു റിസൾട്ട്, അഭിമാനിക്കാൻ കഴിയുന്ന റിസൾട്ട് നാളെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നാളെ രാജ്യത്തിനൊപ്പം നാളെ മുതൽ പാല വളരും എന്നാണ് എൻ്റെ വിശ്വാസം. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നതാണ് നേരത്തെ പലതവണ കണ്ടപ്പോൾ നമ്മളോട് അങ്ങ് ആത്മവിശ്വാസം പ്രകടമാക്കിയത്. അല്ല, ഞാൻ പറയല്ലേ 10 മണിക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം. എങ്കിൽ പോലും എൻ്റെ ഒരു പ്രതീക്ഷ 18,000 വോട്ടിൽ താഴില്ല എന്ന് തന്നെയാണ്. അത് 18 മുതൽ ആ ട്രെൻഡ് നമുക്കറിയാം. ആദ്യത്തെ ഒരു 2 പഞ്ചായത്തുകൾ എണ്ണി കഴിയുമ്പോൾ 3 റൗണ്ട് കഴിയുമ്പോൾ വളരെ കൃത്യമായി നമുക്കത് മനസ്സിലാവും എത്രയുണ്ടെന്നുള്ളത്. എന്താണെങ്കിലും വലിയ 10 മണിക്കല്ല 9 മണിക്ക് ഞാൻ പറയാം കൃത്യമായിട്ട്. എക്സിറ്റ് പോളുകളിൽ 14 സീറ്റുകൾ വരെ BJP നേടും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ നോക്കി കാണുന്നു എക്സിറ്റ് പോളുകൾ? എക്സിറ്റ് പോളിൽ ഇപ്പോൾ ഞാൻ പറയാം, പാലായിൽ ഇപ്പോൾ 14 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിൽ പാലായുണ്ട്. പക്ഷേ എക്സിറ്റ് പോളിനെ പാലായെ സംബന്ധിച്ചിടത്തോളം പാലായുടെ ഒരു പ്രത്യേകത, പാലായിൽ എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ ആരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരല്ല, നിഷ്പക്ഷ വോട്ടർമാരാണ് കൂടുതൽ നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ LDFിനോ UDFിനോ ഒക്കെ വോട്ട് ചെയ്തവരാണ്. പാലായിലെ വോട്ടർമാരുടെ ഈ കമൻറ്റുകളെടുത്ത് പരിശോധിച്ചാൽ 26% കമൻറ്റ് ചെയ്തിട്ടില്ല. ആ 26% കമൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് വളരെ ഒരു ഹിഡൻ പൊളിറ്റിക്സ് ഉണ്ട്. ആ ഹിഡൻ പൊളിറ്റിക്സാണ് അവരുടെ മനസ്സിലുള്ള ആ രാഷ്ട്രീയം അവർ പുറത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. ആ രാഷ്ട്രീയം ഈ പ്രാവശ്യം പാലായിൽ BJPയുടെ ഒപ്പമാണ്. നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആളുകൾ NDAക്ക് ഒപ്പം ചേരും എന്നുള്ള അല്ല, നിഷ്പക്ഷ വോട്ടർമാർ അഭിപ്രായം പറയാത്ത ആളുകൾ NDAക്ക് വോട്ട് ചെയ്തവരാണ്. അതിന് എനിക്ക് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 22 ദിവസമായി. 22 ദിവസമാണ് ഞാൻ ഒരു ദിവസം വേളാങ്കണ്ണിക്ക് പോയത് മാത്രമല്ല. ഞാൻ പാലായിൽ നിന്ന് മാറിയത് ഒറ്റ ദിവസമുള്ളൂ. ബാക്കി 20 ദിവസം ഉണ്ടായിരുന്നു. 100 കണക്കിന് കല്യാണങ്ങൾ കൂടി, 100 കണക്കിന് മരണങ്ങളിൽ പങ്കെടുത്തു. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് അതിഭീകരമാണ്. അപ്പോൾ അതെനിക്കറിയാം, നമുക്ക് വോട്ട് ചെയ്ത ആളുകളും വോട്ട് ചെയ്യാത്ത ആളുകളും നമ്മളോട് ഇടപെടുന്ന എങ്ങനെയാണെന്നറിയാം. ഞാൻ പറഞ്ഞില്ല, ഇത്രയും പരിപാടികൾക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അമ്മമാർ എന്നെ ഭയങ്കര ടെൻഷനിലാണ്. എന്നെ ഇപ്പം ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുന്നത്, ഷോൺ എന്നെ ഇങ്ങനെ നടക്കുന്നത്, ഞങ്ങൾക്കൊന്നും ഇവിടെ സമാധാനമില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ രാമപുരത്തൊരു അമ്മ, പ്രായമായ ഒരു അമ്മച്ചിയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും 7 മുതൽ 8 വരെ ഭജനയാണ്. എന്നിട്ട് അതിലേ പോകുന്ന പാർട്ടിക്കാരെല്ലാം പിടിച്ചു നിർത്തും. നീ ഇത് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു വലിയ പിന്തുണ, അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയൊരു വലിയ പിന്തുണ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാൻ എനിക്ക് കിട്ടിയൊരു വലിയ ആത്മവിശ്വാസമാണ്. അതുപോലെ ഈ എക്സിറ്റ് പോളുകളിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഈ ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോളിൽ ഈ 11% വോട്ട് ഷെയർ, ക്രിസ്ത്യൻ വോട്ട് ഷെയർ NDAക്ക് അനുകൂലമാകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മധ്യ കേരളത്തിലെ BJPയുടെ NDAയുടെ ഒരു മുന്നേറ്റത്തെയാണോ ഈ സൂചിപ്പിക്കുന്നത്? അല്ല, ഈ ജയിക്കുമെന്ന് ഉറപ്പുള്ള കാൻഡിഡേറ്റ്സിനെ കൊടുത്തിടത്തെല്ലാം ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. എനിക്കൊരു സംശയമില്ല. കാരണം ഇന്ന് ക്രൈസ്തവ വോട്ടർമാരിൽ 50%-ലധികം ആളുകൾ നരേന്ദ്രമോദി ആരാധിക്കുന്നവരാണ്. കാരണം ക്രിസ്ത്യൻ വോട്ടേഴ്സ് അറിയില്ല, കാരണം മൈഗ്രൻസ് ധാരാളമുള്ള കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഈ വിദേശത്ത് പോകുന്ന ഓരോ ഇന്ത്യക്കാരനും മോദി ഭക്തരായി മാറും. ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ പറയാം, പാലായിൽ തന്നെ ആയിരക്കണക്കിന് വീടുകൾ എനിക്കറിയാം. വിദേശത്തുള്ള മക്കൾ വിളിച്ച് ഷോൺ നോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ്സുകാരായ CPMകാരായ മാണി ഗ്രൂപ്പുകാരായ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഷോൺ നോട്ട് ചെയ്യണം ഇപ്രാവശ്യം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് കേസുകൾ എനിക്കറിയാം. അവരൊക്കെ ബേസിക്കലി ഉള്ളിൻ്റെ ഉള്ളിൽ അവർ BJP ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ഷിഫ്റ്റ് ഒരു വലിയ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 13% ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 50% ക്രൈസ്തവർ
BJP-യോടൊപ്പമായിരിക്കും, ഒരു സംശയമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങ് പങ്കുവെച്ച ചില സീരിയസ് ആയിട്ടുള്ള ചില ആശങ്കകളുണ്ടായിരുന്നു, നല്ല വെല്ലുവിളികൾ എന്ന് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങ് ഉൾപ്പെടുന്ന BJP സ്ഥാനാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ദീപിക പത്രത്തിൽ വന്ന ചില കാര്യങ്ങളും അതേ തുടർന്നുണ്ടായ ചർച്ചകളുമൊക്കെയാണ്. അത്തരത്തിലുണ്ടായ വെല്ലുവിളികളെയും തെരഞ്ഞെടുപ്പിൽ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ട്. അല്ല, ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസിയാണ്, സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഞാനൊരു സഭാവിരുദ്ധനൊന്നുമല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ സഭയുടെ നേതൃത്വമെന്ന് പറയുന്ന ആളുകൾ നിഷ്പക്ഷരായിരിക്കണമെന്ന് അത് എൻ്റെ കൂടെ അവകാശമാണ്. അത് അവരാരും എനിക്ക് തരുന്ന ഒരു ഇതല്ല. സഭാവിശ്വാസി എന്ന നിലയിൽ, സഭയുടെ ഒരു അംഗമെന്ന നിലയിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ സഭയുടെ നേതൃത്വം രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയും വിമർശിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും പക്ഷത്തോട്ട് സഭയുടെ നേതൃത്വവും മറ്റു ആളുകളോ ഒക്കെ ചെരിഞ്ഞാൽ അത് പറയാൻ എനിക്കും അവകാശമുണ്ട്. കാരണം ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ചർച്ച്. അപ്പോൾ അവിടെ നമ്മൾ പണ്ട് ഈ പോലീസുകാർക്കെതിരെ വിളിക്കുന്നൊരു മുദ്രാവാക്യം പോലെ ഉണ്ട്. ഞങ്ങൾ ആ തിരുവസ്ത്രത്തിനുള്ളിൽ കാണുന്നത് യേശുക്രിസ്തുവിനെയാണ്. ഞങ്ങൾ ഈശോയെയാണ് തിരുവസ്ത്രം ഇട്ട ഒരു പുരോഹിതനുള്ളിൽ കാണുന്നത്. ആ ഈശോയെയാണ് ഞങ്ങൾ ബഹുമാനിക്കുന്നത്. ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ബഹുമാനവും ആ ഈശോയെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഈശോ ആയിരിക്കണം ആ തിരുവസ്ത്രത്തിനുള്ളിൽ. അപ്പോൾ അവിടെ കോൺഗ്രസ് കയറി വന്നാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള തികഞ്ഞ ഈശ്വരവിശ്വാസികൾ അതിനെതിരെ പ്രതികരിക്കും. അതേ ഉള്ളൂ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയോ ഷോൺ ജോർജോ PC ജോർജോ ഒന്നും സഭയ്ക്കെതിരല്ല, സഭയോട് ഒപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ അവിടെ ചില പുഴുക്കുത്തുകൾ വരുമ്പോൾ ഞങ്ങളത് പറഞ്ഞില്ലെങ്കിൽ അത് പറയുക എന്ന് പറയുന്നത് ഞാനൊരു BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലല്ല. എന്നെ സംബന്ധിച്ചൊരു സഭാവിശ്വാസി എന്ന നിലയിൽ സഭ എന്ന് പറയുന്ന യേശുവിൻ്റെ തിരുശരീരമാണ്. അതിൻ്റെ ഭാഗമാണ് ഞാനും PC ജോർജും ഒക്കെ. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ്. അവിടെ പുഴുക്കുത്തുകൾ വരാൻ പാടില്ല. സഭയുടെ നിലപാടുകൾ പക്ഷപാതപരമായി വരാൻ പാടില്ല. സഭ നിഷ്പക്ഷമായി നിൽക്കണം. എന്നാൽ സഭയ്ക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയും വിമർശിക്കണം. സ്വാഭാവികമായും സഭയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, സഭാവിശ്വാസികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിനും തെറ്റില്ല. അത് തെറ്റിദ്ധാരണകൾ കൊണ്ടാണെങ്കിൽ അത് തിരുത്തേണ്ട കാരണമാണ് ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ തന്നെ FCR വിഷയം വന്നു. FCR വിഷയം വന്നപ്പോൾ കുറച്ച് തെറ്റിദ്ധാരണകൾ അതിനകത്തുണ്ടായിട്ടുണ്ട്, ആകുലതകൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. അതിന് വളരെ തുറന്നൊരു വേദി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി വളരെ തുറന്നൊരു വേദി ചർച്ചയ്ക്കായി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കഴിയുമ്പോൾ ഇപ്പോൾ ബംഗാൾ ഇലക്ഷൻ വരെ എല്ലാവരും തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ചർച്ച, എനിക്കൊന്ന് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ആ ചർച്ച നടക്കും. മാത്രമല്ല അതിനകത്ത് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടുന്ന FCR ലൈസൻസുകളുടെ സ്വത്തുകൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും എന്ന നിലയിലുള്ള പ്രചരണമാണ് നടന്നത്. പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായി ഞാൻ പഠിച്ചെടുത്തോളം വളരെ കൃത്യമായിട്ട് സെക്ഷൻ 14 അനുസരിച്ച് കേന്ദ്ര സർക്കാർ ക്യാൻസൽ ചെയ്യുന്ന, അല്ലാതെ റിന്യൂ ചെയ്യാത്തതിനല്ല, ലൈസൻസ് റിന്യൂ ചെയ്യാത്തതല്ല, ക്യാൻസൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ആ മാനദണ്ഡം വന്നിട്ടുള്ളത്. ക്യാൻസൽ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ വായിച്ചാൽ അതിനൊരു തെറ്റുമില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കുക, അത്തരം സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുക, കണക്കും കാര്യങ്ങളും ഇല്ലാതെ പണം ചെലവഴിക്കുക, അനധികൃതമായി ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന ആ അധികാരം കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത്. അതൊരിക്കലും ക്രൈസ്തവ സഭയെ ബാധിക്കുന്നതല്ല. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റാനും അവരുടെ ആകുലതകൾ കേൾക്കാനും ഒക്കെ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അപ്പോൾ വിമർശിച്ചതിലും തെറ്റൊന്നുമില്ല. പക്ഷേ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ അത് സഭയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് സഭ തയ്യാറാണ്. പിന്നെ എല്ലാ കാലത്തും ഉണ്ടെന്നേ, എല്ലാത്തിനകത്തും ഉണ്ടല്ലോ കുറേ കോൺഗ്രസ് ഭക്തരും കുറേ CPM ഭക്തരും ഒക്കെ. അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഞങ്ങളുടെ അവകാശമാണ്. PC ജോർജ് സാറ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഇത്തവണ അച്ഛനും മകനും നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ്. പൂഞ്ഞാറിലെ അവസ്ഥ എങ്ങനെയാണ്? പൂഞ്ഞാറിലും ഒരു നല്ല മുന്നേറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രെൻഡ്, പാർട്ടി വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ പാലായിലും പൂഞ്ഞാറിലുമൊക്കെ നിഷ്പക്ഷ വോട്ടുകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലാതെ പരമ്പരാഗത വോട്ടുകൾ, ഇപ്പം BJPക്ക് പാലായിൽ 25,000 വോട്ടുണ്ട്, CPMനും അത്ര തന്നെ ഉണ്ട്, കോൺഗ്രസിനും അത്ര തന്നെ ഉണ്ട്. ബാക്കിയുള്ള ഏറെക്കുറെ ഒരു 10,000-60,000 വോട്ട് ഇത് നിഷ്പക്ഷ വോട്ടാണ്. അത് എങ്ങോട്ട് പോകുന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. പൂഞ്ഞാറും അങ്ങനെ തന്നെയാണ്. എല്ലാ പാർട്ടികൾക്കുമുള്ള വോട്ട് ഷെയർ, പാർട്ടിയുടെ ഫിക്സഡ് വോട്ട് ഷെയർ എന്ന് വെച്ചാൽ ഏറെക്കുറെ തുല്യമാണ്. അവിടെ നിന്നും നിഷ്പക്ഷ വോട്ടുകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പൂഞ്ഞാറിൽ ഈ പ്രാവശ്യം 100% ട്രെൻഡ് നമുക്ക് അനുകൂലമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
എങ്ങനെയാണ് നാളത്തെ പരിപാടികൾ? പ്രവർത്തകരോടൊപ്പമാണ് മുഴുവൻ സമയം ഇവിടെയാണ് ഉണ്ടാവുക? അല്ല, ഞാൻ രാവിലെ പാർട്ടി ഓഫീസിൽ തന്നെ ആയിരിക്കും മിക്കവാറും. പാർട്ടി ഓഫീസിനാണ് രാവിലെ എല്ലാവരും വോട്ടെണ്ണാൻ കയറ്റി വിട്ടാൽ പിന്നെ ഞാൻ പാർട്ടി ഓഫീസിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുക, നന്നായി റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ പാല പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഒന്നും കൂടെ ഉറപ്പിച്ച് പറയുകയാണ് ഷോൺ ജോർജ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി.